ഇന്ന് നമ്മൾ ഈ ഷോറൂമിൽ വന്നിരിക്കുന്നത് ശരിക്കും റിസ്ക് എടുത്തുകൊണ്ടാണ് കേട്ടോ. ഈ വാഷ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടിരിക്കുന്ന ഈ വണ്ടി ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്രയും വലിയ വണ്ടിയും പുതിയ വണ്ടിയും നമ്മൾ ഇതുവരെ പോളിഷ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം കൈവച്ച് റബ്ബ് ചെയ്തിട്ടാണ്. പിന്നെ പഴയ വണ്ടിയൊക്കെ മെഷീൻ വെച്ച് പോളിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത്. ഇത് പിറ്റേ ദിവസം സെയിലിന് പോകേണ്ട വണ്ടിയാണ്. അതുകൊണ്ടിട്ട് നമ്മൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ നമ്മളെ കൈയൊഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കേട്ടോ ഈ വർക്ക് നമ്മൾ തന്നെ ചെയ്തത്. ദേ ഇൻറ്റീരിയലും കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അവർ നൈറ്റ് ആയപ്പോഴത്തേക്കും വിളിച്ചിട്ട് പറഞ്ഞ് പോളിഷിങ്ങിന് നാളെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അത് ചെയ്യാം, റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. ഇത്ര നാളും ഈ ഒരു പ്രസ്ഥാനം ഇതുവരെ എത്തിച്ചത് എൻ്റെ ഒറ്റ റിസ്കിൻ്റെ ഇതിലാണ് കേട്ടോ. ദേ പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. വിചാരിച്ചതിനെക്കാട്ടും നല്ലപോലെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ. കുറേ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ നമ്മൾ മെഷീൻ വെച്ച് കറക്റ്റായിട്ട് പിടിച്ച് എല്ലാം ക്ലിയർ ചെയ്ത്. ദേ പോളിഷിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആൾക്കാരും വന്നു കേട്ടോ. പോളിഷിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ടയറും പോളിഷ് ചെയ്ത് ടയറിൻ്റെ അലോയ് വീലൊക്കെ ഒന്ന് പോളിഷ് അടിച്ച് കുറച്ചും കൂടെ മെനയാക്കി എടുത്ത്. എല്ലാവർക്കും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഹാപ്പിയായി കേട്ടോ. ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും ഇവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല പക്കയാക്കി ചെയ്യാൻ പറ്റി. ഇൻറ്റീരിയലൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് മൊത്തം ഡാഷ്ബോർഡിലൊക്കെ പോളിഷ് ചെയ്ത് നല്ല പക്കയാക്കി എടുത്തു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയേച്ച്